കാരണം നിങ്ങൾ ഞാൻ പറയുന്നത് എടുക്കണ്ട, തള്ളിക്കളഞ്ഞു. വേറെ 2-3 ആളുകളോട് ചോദിക്കും, അതും പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കണം. അല്ലാതെ കമ്മ്യൂണിറ്റികളിൽ പോയിട്ട് അവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. കമ്മ്യൂണിറ്റീസ് ആർ ഓൾവേസ് ഷിറ്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ട്രാപ്പ് മെന്റാലിറ്റി എന്നൊരു കാര്യമുണ്ട്, അതിൽ ഉൾപ്പെടുന്നതാണ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റികൾ. കാരണം ഒരു കമ്മ്യൂണിറ്റിയിൽ ചെന്ന് പെടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഫെയിലിയർ ആവും, നിങ്ങളുടെ റിസൾട്ട് ഡ്രോപ്പ് ആകും. ഇത് 100% ഞാൻ എഴുതി തരാം. അഷ്വേർഡ് ആണ്, ഇങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ട്രേഡിംഗ് കമ്മ്യൂണിറ്റീസ് എപ്പോഴും ക്രാബ് മെന്റാലിറ്റി ഉള്ള കമ്മ്യൂണിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു പ്രോപ്പറായിട്ടൊരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒരു കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകത്തില്ല. ഇവൻ പോയി എനിക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആളാണ് അറിയാം ഞാൻ അതിൽ എത്രത്തോളം ആക്റ്റീവ് ആണ്. ഞാൻ ആക്റ്റീവ് അല്ല, ഞാൻ അതിൽ കയറി ചാറ്റ് ചെയ്യാറില്ല, ഞാൻ അതിൽ നിങ്ങളുടെ ചാറ്റ്സ് നോക്കാറില്ല. അതിന് നമ്മളെല്ലാം ആളെ കമ്മ്യൂണിറ്റി മോഡിനെയും കാര്യങ്ങളെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ട്. അവരാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, എനിക്കറിയാം എന്താണ് കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നതെന്നുള്ളത്. മനസ്സിലായി? കാരണം മൾട്ടിപ്പിൾ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഏതാണെങ്കിലും കൺഫ്യൂഷൻസ് എപ്പോഴും അവിടെ കൂടുതലായിരിക്കും. മനസ്സിലായി? പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. അവരങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, ട്രെയിനിനെ പറ്റി ഡിസ്കസ് ചെയ്യും. നിങ്ങൾ അതിനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങളും ഇതേ പാത്തിലായിരിക്കും.